നിലവിൽ കാസർഗോഡ് അടക്കമുള്ള 4 ജില്ലകളിൽ ഈ യോഗത്തിന് മുൻപ് തന്നെ ജില്ലാ കളക്ടർമാർ മീറ്റിംഗുകൾ ചേരുന്നു, ഇന്നും ചേരുന്നു എന്ന് മാത്രമല്ല നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും BLOമാരോട് വോട്ടേഴ്സ് ലിസ്റ്റുകളുടെ താരതമ്യ പഠനം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ ചെയ്ത ഒരു നടപടി ആദ്യം തന്നെ ഉണ്ടായത് ഖേദകരമായി പോയി എന്ന് ആദ്യം തന്നെ പറയേണ്ടി വന്നത് വളരെ വിഷമമുണ്ടാക്കുന്നു. ഇക്കാര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ ഗ്രാസ് റൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ കാലത്തും ഇലക്ഷൻ കമ്മീഷന് നൽകുന്നവരാണ്. ഞങ്ങളുടെ BLAമാർ ഇലക്ഷൻ കമ്മീഷന്റെ BLOമാരുമായി ചേർന്നാണ് സ്വതന്ത്രവും സുതാര്യവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഈ പ്രോസസ്സുമായി മുന്നോട്ട് പോയത് ശരിയായില്ല എന്ന് ആദ്യം തന്നെ പറയേണ്ടി വരുന്നു. രണ്ടാമത്തത്, നമ്മളിവിടെ SIR നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയം ഇവിടെ ലോക്കൽ ബോഡിയുടെ ഈ സംവരണത്തിന്റെ നറുക്കെടുപ്പ് അടുത്ത ആഴ്ച നടക്കാൻ പോവാണ്. അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിയുമ്പോൾ ആ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് കയറി. നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് കയറി ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതേ സമയത്ത് അതേ ആളുകൾ ഈ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയിൽ അവർക്ക് പങ്കാളികളാകാൻ കഴിയുക എന്നുള്ളത് ഒരു കാരണവശാലും നേരത്തെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും ഭരണഘടനയെ അനുശാസിക്കുന്ന കാര്യങ്ങളുമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഞാൻ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു വീക്ക് കഴിയുമ്പോൾ അതിന്റെ നടപടിയിലേക്ക് നേരിട്ട് കടക്കുമ്പോൾ കേരളത്തിൽ ഈ പ്രോസസ് നടപ്പിലാക്കുന്നത് ഒരു കാരണവശാലും പ്രാക്ടിക്കലായി സാധ്യമല്ല എന്നൊരു കാര്യം ബഹുമാനപ്പെട്ട ചീഫ് ഇലക്ടറൽ ഓഫീസർ മുമ്പാകെ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ ഈ യോഗത്തിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ അങ്ങ് അത് അറിയിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തത് പറഞ്ഞെങ്കിലും പ്രസക്തിയുണ്ട്, ഞാൻ ആവർത്തിക്കുന്നു. ഈ 4 അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകളാണ് 2002 വോട്ടർ പട്ടികയിലുള്ളവർ. അവർ 2006 വോട്ട് ചെയ്തിട്ടുണ്ട്, 11 വോട്ട് ചെയ്തിട്ടുണ്ട്, 16 വോട്ട് ചെയ്തിട്ടുണ്ട്, 21 വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 അസംബ്ലി തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ആളുകൾ ഇപ്പൊ ബീഹാറിലെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതിനെ ആനുപാതികമായി പരിശോധിച്ചാൽ ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ആളുകൾ നിലവിൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത അർഹതപ്പെട്ട വോട്ടർമാർ വീണ്ടും അവർ വോട്ടർ പട്ടികയിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ച പ്രയാസങ്ങളിൽ കൂടി അവർ കടന്നു പോകണം എന്ന് പറയുന്നത് അത് വലിയ ഒരു അനീതിയാണ്. ഒരു കാരണവശാലും അതൊരു ജനാധിപത്യത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായകരമായ ഒരു നടപടിയല്ല. കാരണം ഇവര് എലിജിബിൾ വോട്ടർമാരാണ്. ഈ കാലത്ത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഉറപ്പ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പിന്തുണയ്ക്കാം. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടോ, ഡബിൾ വോട്ടർമാരുണ്ടോ, മരിച്ചുപോയവർ വോട്ടർ പട്ടികയിൽ കിടപ്പുണ്ടോ, അവരെ കണ്ടെത്താനും ഒഴിവാക്കാനും ഉള്ള എത്രയോ മെക്കാനിസം ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെ ഉണ്ടെന്നിരിക്കെ അത് ഒഴിവാക്കുന്നതാണല്ലോ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം. ആ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിന് നിലവിൽ നിരവധി മെക്കാനിസം ഉണ്ട്. BLOമാരുണ്ട്, BLAമാരെ സഹായം തേടാൻ പറ്റും. ഈ CEO തന്നെ പറഞ്ഞു ഈ പ്രോസസിന്റെ ഭാഗമായി വീടുകളിൽ തന്നെ ഇവർ പോകണം. അപ്പൊ അങ്ങനെ തന്നെ പോയി നിലവിലുള്ള വോട്ടർ പട്ടികയിലെ ഡ്യൂപ്ലിക്കേറ്റ്, ഡബിൾ, മരിച്ച വോട്ടർമാര് അവരെ മാറ്റി ഇത് ശുദ്ധീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കുന്നതിന് പകരം അതിന്റെ പേരിൽ എലിജിബിൾ വോട്ടർമാരെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് ശരിയല്ല. ഈ 23 വർഷം മുമ്പുള്ള വോട്ടർ പട്ടിക ബേസ് ഡോക്യുമെന്റ് ആക്കുന്നത് അതൊരു ഔട്ട്ഡേറ്റഡ് ഡേറ്റ മാപ്പിംഗ് ആണ്. ആ ഔട്ട്ഡേറ്റഡ് ഡേറ്റ മാപ്പിംഗിലേക്ക് പോകുന്നത് മൂലം ഈ യോഗ്യരായ വോട്ടർമാർ നിരവധി പ്രയാസങ്ങളിൽ കൂടി കടന്നുപോകും.
50,000-60,000 പേര് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും രണ്ടാമത് പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് പറയുന്നത് ഒരിക്കലും കൂടുതൽ ആളുകൾ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇലക്ഷൻ സമയത്ത് അംബാസിഡർമാരെ എല്ലാം വെച്ച് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നത്. ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങളൊക്കെ വന്നിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. ഒരു വശത്തൂടെ ആ ക്യാമ്പയിൻ എല്ലാം നടത്തി മറുവശത്ത് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഓടിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ബീഹാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. അത് ഇവിടുത്തെ പ്രസന്റേഷനിലും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ബീഹാറിൽ വലിയ എതിർപ്പുണ്ടായി, വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. അങ്ങനെ പ്രക്ഷോഭവും എതിർപ്പും കോടതി വ്യവഹാരവും ഇല്ലായിരുന്നെങ്കിൽ ആധാർ പോലും ഈ 11ന്റെ കൂടെ 12. പക്ഷെ ഇതിനകത്ത് റേഷൻ കാർഡ് ഇല്ല. ഈ 11 ഡോക്യുമെന്റിന്റെ കൂടെ ആധാർ വന്നപ്പോഴും റേഷൻ കാർഡ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ പ്രാമാണിക രേഖയായി 12 രേഖ വന്നപ്പോൾ റേഷൻ കാർഡ് അതിൽ വന്നിട്ടില്ല. അപ്പൊ ഡോക്യുമെന്റിന്റെ കാര്യത്തിലും അത് ഇൻസഫിഷ്യന്റ് ആണ്. ഞങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കാനാണ് ഈ മീറ്റിംഗ് വിളിച്ചതെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി, എന്റെ പാർട്ടി കോൺഗ്രസിന്റെ പേരിൽ തന്നെ മറ്റുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പറയും. റേഷൻ കാർഡ് പോലും ഇതിനകത്ത് ഒരു ഡോക്യുമെന്റായി വന്നില്ല എന്നുള്ളതുകൊണ്ട് അതൊരു ഇൻസഫിഷ്യന്റ് ആണ് ഡോക്യുമെന്റിന്റെ കാര്യം എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാസികളുടെ വോട്ടവകാശത്തെ സംബന്ധിച്ച്, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവര് കേരളത്തിലൊക്കെ ആണെങ്കിൽ പൈസ മുടക്കിയും തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ വന്ന് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ. അപ്പൊ ഈ പ്രോസസ് നടക്കുന്നത് ഒരു കാരണവശാലും അവരുടെ അർഹതപ്പെട്ട വോട്ടവകാശത്തെ, പ്രവാസികളുടെ വോട്ടവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലേക്ക് ആയി മാറരുത് എന്ന് കൂടി ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശം എന്ന നിലയിൽ പറയാൻ കഴിയുന്നത്, ഏറ്റവും ഒടുവിലത്തെ 2024 വോട്ടർ പട്ടികയുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായ പ്രശ്നമുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു നിൽക്കുകയാണ്. ഇനി നമ്മൾ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഫ്യൂച്ചറിലേക്കാണെങ്കിലും വെക്കാനുള്ള നിർദ്ദേശം, ഒരു കാരണവശാലും 2002 23 വർഷം പഴക്കമുള്ള വോട്ടർ പട്ടിക ബേസ് ഡോക്യുമെന്റ് ആക്കരുത്. അതിന് ഏറ്റവും അവസാനത്തെ വോട്ടർ പട്ടിക ബേസ് ഡോക്യുമെന്റ് ആക്കണം എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ.